ഈ വടിയുണ്ടായിരുന്ന കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അവ എന്നെ കടിച്ച് കീറി കൊന്നേനെ. അല്ലായിരുന്നേ അവ എന്നെ കടിച്ച് കീറി തിന്നേനെ. ആഹാരം കട്ടെടുക്കാൻ ശ്രമിച്ച ഏത് പട്ടിയും പ്രതികരിക്കണം. പക്ഷേ ഞാൻ മാത്രം എത്ര ദിവസമായി മഴവെള്ളം മാത്രം കുടിച്ച് ഒന്ന് മോഷ്ടിക്കാൻ പോലും ഞാൻ ഇതുവരെ പഠിച്ചില്ലല്ലോ. തണുക്കുന്നു. എന്തൊരു വിശപ്പ്. നാളെ നേരം വിളിക്കുമ്പോ നാളെ നേരം വിളിക്കുമ്പോ ഒരു അനാഥശവമായി ഞാനിവിടെ കിടക്കും. തണുത്തു മരവിച്ച് കിടക്കും. ആരും എന്നെ തിരിച്ചറിയില്ല. ഒരജ്ഞാത മൃതശരീരം എത്ര മനോഹരമായിരിക്കും. അജ്ഞാത മൃതശരീരം കൊള്ളാം. ഒരു പോരാളിക്ക് പറ്റിയ പേരാ അജ്ഞാത മൃതശരീരം. ഞാനിവിടെ വീണു പോവുകയാണോ? ഈ ദുർബലദേഹം ഇവിടെ കിടന്ന് അവസാനിക്കുകയാണോ? ഒന്നും പൂർത്തിയായില്ലല്ലോ. ഒന്നും. എന്റെ പ്രിയപ്പെട്ട നാടേ, നീ എന്നെ ഓർക്കുമോ? എത്ര ഇൻക്ലൂസീവായിരുന്നു എൻ്റെ രാജ്യം. പക്ഷേ എത്ര എക്സ്ക്ലൂസീവാണിപ്പോ. എക്സ്ക്ലൂസീവ് ആവുക. കൊള്ളാം. രാജാവിനെതിരെ ജനരോഷമുയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവും. അത് രാജ്യതന്ത്രമാണ്. അല്ലല്ലോ, അത്
അതൊരു രാജതന്ത്രമാണ്. ഒ വി വിജയൻ, നീ എത്ര കാലങ്ങൾക്ക് മുമ്പേ പറന്നുപോയ പക്ഷിയാണ്. ഞാനിവിടെ അവസാനിക്കുകയാണോ? ആരുടെ കൈകളിലേക്കാണ് ഞാൻ എൻ്റെ തീപ്പന്തമൊന്ന് കൈമാറുക? ആരാണ് എന്നെ പിന്തുടർന്നു വരിക? പ്രതീക്ഷിക്കാൻ എന്തു പ്രതീക്ഷകളാണുള്ളത്? എന്താ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്? നീതി ലഭിക്കും വരെ നീ തീയാവുക. നീതി ആരാണത് തരിക? എവിടുന്നാ അത് ലഭിക്കുക? ആരുടെ കയ്യിലാ അതൊക്കെ ഇപ്പൊ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? അവസാനിക്കേണ്ടതാണെങ്കിൽ ഇവിടെ അവസാനിക്കണം. അത് എവിടെയായാലെന്ത്. പക്ഷേ ഒരവസാനവും അവസാനമല്ല, തുടക്കമാണ് മറ്റു പലതിൻ്റെയും. അങ്ങനെയെങ്കിൽ ഞാനിവിടെ അവസാനിക്കാൻ തയ്യാറാണ്. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതാണോ? വിശപ്പ് കൊണ്ട്? ഈ പാതിരാത്രി ഈ മഴയത്ത് ആര് വരാനാ? അതും ഇതുപോലൊരു സ്ഥലത്ത്. ഇല്ല. അയ്യോ അല്ല, അതൊരു സ്ത്രീയാണല്ലോ. അതെ, അയ്യോ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഞാനിനി എന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? അയ്യോ അവളിങ്ങോട്ടാണല്ലോ വരുന്നത്. ആരായി ഇവിടെ വന്ന് നിൽക്കുന്നത്? നാശം. ചോദിച്ചാലോ? അത് വേണ്ട. എൻ്റെ ഈ ദേഹം കണ്ട അവൾ നിലവിളിക്കും. അത് അപകടമാണ്. ഒറ്റ കയ്യനായിപ്പോയി. 2 കൈയും ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊന്നും എന്നെ പേടിക്കില്ലായിരുന്നു. അയ്യോ എന്നെ കണ്ടു. നിലവിളിക്കല്ലേ. നിലവിളിച്ച ആരെങ്കിലും ഓടി വരും. അവരാദ്യം എന്നെ കൊല്ലും. നിങ്ങൾക്ക് മറ്റെവിടേക്ക് പോയിക്കൂടെ? നാശം. ക്ഷമിക്കണം. ഞാൻ നല്ല സ്ത്രീകളൊക്കെ വീടുകളിൽ കിടന്നുറങ്ങുന്ന സമയമാണല്ലോ ഇത്. ആ സമയത്ത് നിങ്ങൾ മാത്രം എന്താ ഇവിടെ? നിങ്ങൾക്ക് വീടില്ലേ? ഉണ്ട്. ഉണ്ടാ? ഉണ്ട്. എന്നിട്ടെന്താ ഇവിടെ? അപ്പം ഞാൻ വിചാരിച്ച പോലുള്ള ആളല്ല നിങ്ങൾ. വീടും ചാടിപ്പോന്നല്ലേ? അതെന്താ നന്നായി. ചില വീടെങ്ങനെയാ മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല. എന്നിട്ട് ആരായിരുന്നു കൂടെ?
എന്നാലേ ഇനി ഇവിടെ എന്നിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നതാണ് നല്ലത്. ഒരു വീടല്ലേ, ആളിപ്പോ ആലോചിക്കണമായിരുന്നു. ഇവിടെ അവരുടെ ശല്യമുള്ള സ്ഥലമാണ്. എനിക്ക് വീട്ടിൽ പോണ്ട. എന്ത്? വീട്ടിൽ പോകണ്ടേ? അത് കൊള്ളാലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലുള്ള ആളല്ല നിങ്ങൾ. തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ? അതെ, അത് മനസ്സിലായി. അല്ല പിന്നെ എവിടെയാ പോണ്ടത്? ആരുടെ കൂടെയാ പോണ്ടത്? എന്താ തന്റെ കൂടെ പോരട്ടെ? എന്റെ കൂടെയോ? എന്തിന്? ഒരു പ്രയോജനവുമില്ല. ഒരുപാട് രക്തം തുപ്പിക്കളഞ്ഞ ശരീരമാണിത്. ആണോ? എന്നാ താൻ മിണ്ടരുത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കരുത്. അതെന്താ? ഇത് തന്റെ സ്ഥലമാണോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിവിടെ നിൽക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആരാണെന്നോ എന്തിനാ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നെന്നോ എനിക്കറിയില്ല. ദയവേദി ഞാൻ പറഞ്ഞ് കേൾക്കൂ. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകൂ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? സൗകര്യമില്ലെങ്കിലോ? അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇത് തെരുവാണ്, നഗരം. അരുതാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടുപോയ കണ്ണുകളാണ് എൻ്റെത്. ഈ ചുമരുകൾ കണ്ടോ? എനിക്ക് ചുമരിനെയും പേടിയില്ല, ഈ ഇരുട്ടിനെയും പേടിയില്ല, തന്നെയും പേടിയില്ല. എന്നെ ആരും പേടിക്കാറില്ല. എന്തിനു പേടിക്കണം? ഒറ്റക്കൈയും ഒറ്റക്കാൽ, തളർന്ന ദേഹവും ജടകെട്ടിയ രൂപവും. ഇതിനെ ആര് പേടിക്കും? എന്തിനു പേടിക്കും? പക്ഷേ നിങ്ങൾ, ഞാൻ പറയുന്നത് കേൾക്കൂ. ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും. എനിക്ക് പേടിയാവുന്നു. തനിക്ക് പേടിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഈ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ കൺമുന്നിൽ കിട്ടിയിട്ട് സൂക്ഷിക്കാൻ പോലും അറിയില്ലെന്ന്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഏതെങ്കിലും ആപത്തും നിങ്ങൾ രക്ഷിച്ചെടുക്കാനും എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ദയവീത് തിരിച്ചു പോകും. താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് തിരിച്ചു പോകാനേ കഴിയില്ല. നിങ്ങൾക്ക് തിരിച്ചു പോകാനേ കഴിയില്ലേ? അതെന്താ? അതൊക്കെ ചോദിക്കാൻ നീ ആരടാ തെണ്ടി? ചോദിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ആരുമല്ല. പക്ഷേ എത്രയോ നാളുകളായി നിങ്ങളെപ്പോലെ സുന്ദരിയായ സ്ത്രീ എന്നോട് ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചിട്ട്. ക്ഷമിക്കണം, നിങ്ങളെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ നിലമറന്നു പോയതാ. അല്ലെങ്കിലും നിങ്ങളെപ്പോലെ സുന്ദരിയായ സ്ത്രീക്ക് എന്നെപ്പോലെ ഒരു തെരുവ് തണ്ടിയോട് അതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ? ഞാൻ പറയും. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നതാ, വെറുതെ. വിശപ്പ്, ഒരിക്കലും ശമിക്കാത്ത കത്തിക്കാളുന്ന വിശപ്പ്. അതാ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഈ പാതിരാത്രി ഒരു സുന്ദരിയായ പെണ്ണ് നനഞ്ഞ ഉടലുമായി കയറി വന്ന് നിന്നോടിങ്ങനെയൊക്കെ പറയുമെന്ന് കരുതുന്നുണ്ടോടാ തെരുവ് തണ്ടി? പറയും, ഞാൻ പറയും. ഇത് വിശപ്പിന്റെ വിളിയല്ല. നിങ്ങൾ
നിങ്ങൾ സത്യമായും പറഞ്ഞതാണ്. അങ്ങനെ അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ. എങ്കിൽ വേഗം പറയൂ. നാളെ നേരം വിളിക്കുമ്പോ എന്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടാവും തോന്നുന്നില്ല. ഈ കറുത്ത വിശപ്പെന്നെ കൊണ്ടുപോകും. നിങ്ങളെ ആരും കണ്ടപ്പോ ഏതൊരാണിനും ഉണ്ടാകാവുന്ന വിശപ്പ് എനിക്കുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളെ ഞാൻ കേൾക്കാം. അന്നന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നൊരു നാളേക്ക് വേണ്ടി അല്ലല്ലോ, ഒരു ഇന്നിനു വേണ്ടി നിങ്ങളെ ഞാൻ കേൾക്കാം. എനിക്ക് എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് എനിക്ക് വിശക്കുന്നു. ഞാനൊരു അമ്മയാണ്. അമ്മയോ? നിങ്ങളോ? നിങ്ങളൊരു അമ്മയാണെന്നോ? അതെ, ഇന്നലെ മുതൽ ഞാനൊരു അമ്മയാണ്. കള്ളി. അതെ, ഇന്നലെ മുതൽ അമ്മ. കൊള്ളാം. പക്ഷേ എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കണ്ടിട്ടില്ലേ? എന്റെ കുഞ്ഞ് ഉദരത്തിൽ വളരുന്ന നിമിഷം മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ. അതൊരു ആൺകുഞ്ഞായിരുന്നോ അതോ പെൺകുഞ്ഞായിരുന്നോ അതോ ഇതൊന്നുമായിരുന്നില്ലേ? ഒരമ്മയുടെ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള അവകാശമാണ് അവർ നിഷേധിച്ചത്. അവർ നിങ്ങളെ കുഞ്ഞിനെ മോഷ്ടിച്ചത്? അതൊരു മോഷണം മാത്രമല്ല, പിന്നെ അതൊരു ഒളിപ്പിക്കൽ കൂടിയായിരുന്നു. ആരാ? എന്തിനാ അവർ നിങ്ങളെ കുഞ്ഞിനെ ഒളിപ്പിച്ചത്? അതെനിക്കും അറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചതുപോലെ എന്റെ മാതൃത്വത്തെ മോഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചതുപോലെ എന്റെ മാതൃത്വത്തെ ഒളിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പറയൂ. നിങ്ങളൊന്ന് എന്റെ മാറിടത്തിലേക്ക് നോക്കൂ. എനിക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ. സുന്ദരിയായ ഈ സ്ത്രീയുടെ അല്ല, ഈ അമ്മയുടെ മാറിടത്തിലേക്ക് ഞാൻ എങ്ങനെയാ നോക്കേണ്ടത്? എനിക്കിത് കഴിയുന്നില്ലല്ലോ. എനിക്ക് മുളിയൂട്ടണം. ഒരു നൊന്തു പെറ്റ അമ്മയുടെ അവകാശമല്ലേ അത്? അതല്ലേ എനിക്ക് നിഷേധിക്കപ്പെട്ടത്? നിറഗർഭിണിയായ പെണ്ണിനോട് നീ ഇനി പ്രസവിക്കണ്ട എന്ന് പറയും പോലെ അല്ലേ? അതെ, എന്റെ കുഞ്ഞിനെ മുളിയൂട്ടാതെ എനിക്ക് എങ്ങനെ സുഖമായിട്ട് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയും? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, മനസ്സിലാവില്ല. നിങ്ങൾക്കെന്നല്ല, ഒരാൾക്കും മനസ്സിലാവില്ല. നിറമാറിടവുമായി അലയുന്ന ഒരമ്മയുടെ വേദന എനിക്കല്ലാതെ മറ്റൊരാൾക്കും മനസ്സിലാവില്ല. സമ്മതിച്ചു. പക്ഷേ നിങ്ങളെ കുഞ്ഞ് ഈ മുലപ്പാലിന് വരാൻ വേണ്ടി ഇപ്പോഴും
നോ, അങ്ങനെ പറയരുത്. എനിക്ക് മുളിയൂട്ടണം, അതിന്റെ അവകാശമല്ലേ? കരയല്ലേ, കരയല്ലേ, കരയാതിരിക്കൂ. നിങ്ങൾ കഥ പറയുന്നവളാണ്, കഥാകാരിയാണ്. അല്ല, എന്റെ ജീവിതം നിങ്ങൾക്ക് വെറും ഒരു കഥയായിരിക്കാം, പക്ഷേ എനിക്കതൊരു കഥയല്ല, എന്റെ ജീവിതമാണ്. മുലയൂട്ടാൻ കഴിയാത്ത ഒരമ്മയുടെ വേദനയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. എന്റെ മാതൃത്വത്തെ ഇങ്ങനെ പരിഹസിക്കല്ലേ. അതെ, ഞാനൊരു തെരുവുതണ്ടി തന്നെയാണ്. വിലാസവും വിശ്വാസവും ആചാരങ്ങളും സ്വന്തമായില്ലാത്തവൻ. കാണിക്ക അർപ്പിക്കാൻ ദ്രവ്യങ്ങളൊന്നും സ്വന്തമായില്ലാത്തതിനാൽ ഒരു ദൈവവും തിരിഞ്ഞു വെക്കാതായി പോയ അനേക ലക്ഷങ്ങളിൽ ഒരുവൻ. പക്ഷേ നിങ്ങൾ ഇന്ന് എൻ്റെ ഉത്തരവാദിത്തമായി തീർന്നിരിക്കുന്നു. കാരണം നിങ്ങളൊരു സ്ത്രീയാണ്. പേറ്റുന്നു പറഞ്ഞ പെണ്ണ്. പെറാനും ഒക്കെ പെണ്ണിന് മാത്രമേ കഴിയൂ. പെണ്ണ് ഉടൻ മാത്രമല്ല, നിങ്ങൾ എന്നെ പഠിപ്പിച്ച ഇനി നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. കാരണം ഞാനൊരു മനുഷ്യനാണ്, ദൈവമല്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഉണ്ണിക്ക് വേണ്ടി നെഞ്ചിൽ നിറഞ്ഞ മുലപ്പാലുമായി അലയുന്ന അമ്മ പൂതമേ, പറയ്, നീ ചെന്നെടുക്കാൻ പോകുന്ന ഉണ്ണികൾ നിന്റേതായിരിക്കുമെന്ന്, നിന്റെ സ്വന്തമായിരിക്കുമെന്ന്, നീ നൊന്തുപറ്റതായിരിക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? പറ, എന്താ നിന്റെ കുഞ്ഞിന്റെ അടയാളം? പറ. അടയാളം? ഒന്നുമില്ല, കള്ളിയാണു നീ. വഴക്കത്തെ കൊളായിരുന്നു. എന്നാ പറയ്. ഉണ്ട്, പറയ്. എന്റെ കുഞ്ഞിന്റെ അടയാളം. എന്റെ കുഞ്ഞിന്റെ മാതൃത്വം തിരിച്ചറിയും. അതാണ് എന്റെ അടയാളം. നല്ലത്. അല്ല എങ്കിൽ അന്യരുടെയൊക്കെ ഉണ്ണികളെ കട്ടെടുക്കാൻ നടക്കുന്ന തസ്കരയ ദുർഭൂതമാണ് നീയെന്ന് ഈ നാട് നിങ്ങളെ ദീർഘകാലം പരിഹസിച്ച് നടക്കും. പരിഹസിക്കട്ടെ, എന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ല, ഒറ്റക്കയ്യനായിട്ടല്ല, നിഷ്കളങ്കനായ ഒരു കൈക്കുഞ്ഞായിട്ട് തന്നെയാണ് ഞാനും പിറന്നു വീണത്. എനിക്കുമുണ്ടായിരുന്നു ബാല്യവും കൗമാരവുമെല്ലാം. അറ്റുപോയ ഇടത് കൈയിൻ്റെ സ്ഥാനത്തും തളർന്നു തൂങ്ങിയ ഇടത് കാലിൻ്റെ സ്ഥാനത്തും അതെല്ലാം ഉണ്ടായിരുന്നു, ഒരു കേടും കൂടാതെ. പിന്നെന്തു പറ്റി? ഇല്ല, ഞാൻ പറയില്ല. കഥയില്ലാത്തവനല്ല ഞാൻ, കഥയുണ്ട്. പക്ഷേ പറയാത്ത കഥയില്ലേ ഒരുപാട് കഥയില്ലായ്മകൾ. അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ കഥ. 100 സ്വപ്നങ്ങൾ കൊതിയിട്ടതിലെൻ്റെ ചിതയൂട്ടി തീ കൊളുത്തുമ്പോ അറിവിൻ്റെ കടലിലെ തിര വന്നു വീഴുന്നു, നിറയുന്നു. അരികെ നിഴൽ പോലെ നിൽക്കുന്ന സത്യമേ അറിയുമോ നീ എന്നെ?
പറയൂ. കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ഒരു തെരുവ് തണ്ടിയാണ്. അല്ല, നിങ്ങൾ തെരുവ് തണ്ടിയല്ല. ഇത് നിങ്ങൾക്കറിയാത്ത ഭാഷയാ. ഒരു തെരുവിന്റെ തത്വശാസ്ത്രം. ജീവിതം ഒരു വിലാപയാത്രയാകുന്നു. അനുഭവങ്ങൾ പൊള്ളിച്ച വ്രണശരീരവുമായി, അറുത്തെടുക്കപ്പെട്ട ഹൃദയവുമായി പുനർജനികൾ തേടിയുള്ള യാത്ര. തലതൊട്ടപ്പന്മാരോ വിശക്കുമ്പോൾ കയറി ചെല്ലാൻ ഒരു വയലോപ്പള്ളിയുടെ ഗൃഹം പോലുമോ ഇല്ലാതെ വഴിയോര പൈപ്പിൻ്റെ മൂത്രനാളികൾ തേടി അലഞ്ഞവൻ്റെ ഒടുങ്ങാത്ത നിലയ്ക്കാത്ത യാത്ര. ഒന്നിനും വേണ്ടിയല്ല, നമ്മൾക്കു നമ്മളായി കാവലായി തീരുക, നമ്മളായി കാത്തു പുലർത്തുക. ഇമ്മട്ടിലിങ്ങനെ വിറങ്ങലിച്ചിടാതെ പെട്ടെന്നുണരുക, നേരമായി. പെട്ടെന്നുണരു നീ, നേരമായി. അമ്മ പൂതമേ, ഞാനൊരു അഭയാർത്ഥിയാണ്. കാരുണ്യത്തിൻ്റെ ക്യൂവിലെ ഏറ്റവും പുറകിലത്തെ ഉഴക്കാരനാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ അവിടെ എത്തിച്ചേരില്ല. ഈ കറുത്ത വിശപ്പ് എന്നെ കൊണ്ടുപോകും. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. നാളെ നേരം വിളിക്കുമ്പോൾ ഒരു അനാഥശവമായി ഞാനിവിടെ കിടക്കും. എനിക്ക് പൂർത്തിയാക്കാൻ ഒരുപാടുണ്ട്. നെഞ്ചിൽ നിറഞ്ഞ മുലപ്പാലുമായി അലയുന്ന അമ്മ പൂതമേ, കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മുലപ്പാൽ ഒരിച്ചിരി എനിക്ക് തരുക. എന്താടോ നീ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ അറിയാതെ. അയ്യോ, എന്താ വിചാരിച്ചേ? രക്ഷപ്പെടാൻ നോക്കുന്നു. നീ എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്? ഞാൻ അറിയേണ്ടി പറഞ്ഞു. ഇവിടെ വരാൻ. അയ്യോ, വിശന്നിട്ട് പറഞ്ഞു പോയതാ. ഇനി പറയില്ല, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ, വിശന്നിട്ടാണ്. അയ്യൊന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയാ. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, ആരെങ്കിലും ഓടിവാ. അയ്യോ, എന്തിനാ നീ കരയുന്നത്? എനിക്കറിയില്ല. എന്റെ മാതൃത്വം ഞാൻ നിനക്ക് സമ്മാനിച്ചതല്ലേ? മാതൃത്വം തിരിച്ചറിയാത്ത ഈ ലോകത്ത് ഞാൻ നിനക്ക് സമ്മാനമായി നൽകിയതാണ് മാതൃത്വം. ഇനി നീ കരയരുത്. എന്റെ മാതൃത്വത്തെ തിരിച്ചറിഞ്ഞ എന്റെ കുഞ്ഞാണടാ നീ. ഇനി നീ സുഖമായി ഉറങ്ങിക്കോ. ഞാൻ പോകട്ടെ. അമ്മേ, പോവല്ലേ അമ്മേ. എന്നെ തണിച്ചാക്കിയിട്ട് പോവല്ലേ അമ്മേ. ഈ തെരുവിലെ അവസാനം ഇവിടെ കണഞ്ഞു പോകുമ്പോ നേരം വെളുത്ത് ലോകമൊക്കെ വെളിച്ചത്തിൽ വരും. പക്ഷെ ഞാൻ മാത്രം ഇരുട്ടിലായി പോവേ. എന്നെ വീട്ടിട്ട് പോവല്ലേ അമ്മേ. ഇനി നീ കരയില്ലേ? നിനക്ക് ഈ അമ്മയുണ്ടടാ. അമ്മേ, മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ അമ്മയുടെ മുഖം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അമ്മയെ കിട്ടിയില്ലേ. ഒരിക്കലും അറിയാത്ത എന്റെ വയറ് മാതൃത്വം കൊണ്ട് നിറച്ചു തന്നു. എന്റെ ജീവൻ തിരിച്ചു തന്നു. ഈ കടകളൊക്കെ ഞാൻ എങ്ങനെയാ വീട്ടുക? ഈ നിമിഷം ഈ കാലിലേക്ക് മരിച്ചു വീഴാനാ തോന്നുന്നത്. അങ്ങനെയാകുമ്പോ എനിക്ക് എന്റെ അമ്മയുടെ മുഖം കണ്ട് മരിക്കെങ്കിലും ചെയ്യാലോ. നിനക്കിനി അമ്മയുണ്ട്. നീ എന്റെ കുഞ്ഞാണടാ. അമ്മ എന്റെ ദേഹത്തോടല്ലേ, എന്റെ ശരീരം മുഴുവൻ ചീത്തയാ. അതൊരു അമ്മയുടെ ഭാഗ്യമല്ലേ?
അമ്മേ, എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനും കൂടിയുള്ളതാ എന്റെ ഈ മാറിടം. അമ്മേ, ഇത് കണ്ട, ഇതെന്റെ കൂപ്പ് കൈയാണ്. 2 കൈയും ചേർത്ത് അമ്മയൊന്ന് തൊഴാൻ പോലും എനിക്ക് കഴിയില്ല അമ്മേ. എന്റെ സ്വപ്നങ്ങൾ പോലെ പാതി മാത്രമായി പോയാൽ ഈ കൂപ്പ് കൈയെങ്കിലും സ്വീകരിക്കണം അമ്മേ. അമ്മേ, അമ്മേ, അയ്യോ മോനെ, അമ്മേ, എന്നെ എനിക്ക് സന്തോഷമായി. എന്താ നോക്കി കണ്ടോ? കിടന്നോട്ടാ. അമ്മേ, 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 അമ്മേ. നമസ്കാരം. വാർത്തകൾ തുടരുന്നു. 2 ആഴ്ചയായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അജ്ഞാതന്റെ മൃതശരീരം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ആരും തന്നെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. 2 ആഴ്ച മുൻപ് ശുചീകരണ തൊഴിലാളികളാണ് മഴയിൽ കുതിർന്നുപോയ അജ്ഞാതന്റെ മൃതശരീരം കണ്ടെത്തുന്നത്. മൃതദേഹത്തിന്റെ ആമാശയത്തിൽ മഴവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ദിവസങ്ങളായുള്ള പട്ടിണിയാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. 2 ദിവസത്തിനകം ബന്ധുക്കളാരും എത്തിച്ചേരാത്ത പക്ഷം മൃതശരീരം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.